എൻ്റെ യാത്രകൾ ഷാനവാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മളിന്ന് മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റിൽ മിന ഫിഷ് മാർക്കറ്റിൽ അബുദാബിയിൽ മീൻ ലേലം ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ അത് പോയോക്കട്ടെ എന്തൊക്കെയാവുമെന്ന് അറിയില്ല. ഏകദേശം മിന മാർക്കറ്റിൻ്റെ അടുത്ത് എത്താറായിരിക്കണേ. ഫിഷ് മാർക്കറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇപ്പുറത്താണ് വെജിറ്റബിൾ മാർക്കറ്റൊക്കെ ഉള്ളത്. മിന ഫിഷ് മാർക്കറ്റിൽ ധാരാളം മീനുകളൊക്കെ പുലർച്ചെ എത്തും. രാവിലെ ഒരു 5 മണിൻ്റെ ഉള്ളിൽ തന്നെ മീനെത്തുന്നുണ്ട്. പിന്നെ അവിടെ ലോക്കലായിട്ട് വരുന്ന അബുദാബിയുടെ മീനുകളാണ് അവിടെ ലേലം ചെയ്യുന്നത്. ബാക്കിയൊക്കെ ദുബായിൽ നിന്ന് വരുന്നതാണ്. അതൊക്കെ ഓരോ അവിടുത്തെ മെർച്ചൻസ് അവിടെയുള്ള കച്ചവടം ചെയ്യുന്ന അവർ തന്നെ അവിടുന്ന് ഓർഡർ കൊടുത്ത് വാങ്ങി വരുന്നതാണ് ദുബായിലെ മാർക്കറ്റിൽ നിന്ന്. ദുബായിലെ മാർക്കറ്റിൽ പലയിടത്തുനിന്ന് വരുന്നുണ്ട്. ഒമാനിൽ നിന്നൊക്കെയാണ് മീൻ വരുന്നത്. പുലർച്ചെ അതിരാവിലെയാണ് ഇപ്പോൾ സമയം. അതുകൊണ്ട് തന്നെ റോഡൊക്കെ വളരെ കാലിയാണ്. പെട്ടെന്ന് തന്നെ മാർക്കറ്റിലെത്തി. നമ്മൾ ടൂറിസ്റ്റ് ക്ലബ്ബിൽ നിന്നാണ് കാറിൽ നമ്മൾ പോകുന്നത് റൂമിൽ നിന്ന്. നമ്മളെ സുഹൃത്ത് ഷാഫിയാണ് നമ്മളെ കൂടെ ഉള്ളത്. അവൻ്റെ ഫ്രണ്ടും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഷാഫിയും അവൻ്റെ ഫ്രണ്ടും കൂടിയാണ് മാർക്കറ്റിലേക്ക് പോകുന്നത്. അതായത് ഏകദേശം നമ്മൾ മിന ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തെത്തി. മിന ഫിഷ് മാർക്കറ്റിലേക്ക് ഇവിടുന്ന് തിരിഞ്ഞ് പോവാണ്. പുതിയ ഫിഷ് മാർക്കറ്റാണ്. ഇതിപ്പോൾ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളൂ. രാവിലെ തന്നെ കൂടുതൽ അവർ മാർക്കറ്റിലേക്ക് നടന്നാണ് വരല്. പക്ഷേ ഇന്ന് അവൻ്റെ ഫ്രണ്ടിൻ്റെ കാറ് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾ കാറിൽ വന്നത്. ഇപ്പോൾ സമയം ഒരു 5:30 മണിയായി. സുബൈ ബാങ്ക് വിളിച്ചിട്ടില്ല. നമുക്ക് അവിടുന്ന് സുബൈ സ്കരിക്കാന്നുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫിഷ് മാർക്കറ്റിലെത്തി. മിന അബുദാബി ഫിഷ് മാർക്കറ്റാണ്. സുബൈ ബാങ്ക് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ. അങ്ങനെ ഞങ്ങളവിടെ ഇറക്കിക്കാണ്ട് മൂപ്പര് പോയിട്ടാ. ഞങ്ങളിതാ ഫിഷ് മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയാണ്. രാവിലെ ആയതുകൊണ്ട് വലിയ കച്ചവടമൊന്നും തുടങ്ങിയില്ല. ഇനി ലേലം ചെയ്തിട്ട് ഇവിടുത്തെ മീൻ വരണം. ഇവിടെ വെച്ചിട്ടാണ് മീൻ വിൽപ്പന ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് ലേലം ചെയ്യൽ. ഇവിടെ ഇതാ മീനൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതോ ഫുള്ളേക്കുറല്ല ഇവിടെ തന്നെ അത് ലേലം ചെയ്യാം. അത് പുറത്തല്ല അത് ശരി. ഇവിടെ വെച്ചിട്ട് ലേലം ചെയ്യാം. അത് ശരി. പുറത്താണ് മീൻ വരിക അല്ലേ? അത് ശരി. ഫുള്ള് എക്വറൻ്റെ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഇതൊക്കെ ലേലം ചെയ്യുന്നത്. വില കൂടിയ മീനുകളല്ലേ? ഇവിടെ ലേലം കഴിഞ്ഞിട്ട് മീൻ വരുന്ന മാർക്കറ്റിൽ വിൽക്കുന്ന സ്ഥലം. ഐസൊക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മളെ കരിമീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഫ്രണ്ടിൻ്റെ പരിപാടിയാണത്. കരിമീൻ ഇതാണ് അവൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടിയിട്ട് ലേലം ചെയ്യണത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെ റീറ്റെയിലായിട്ട് വിൽക്കുന്ന സ്ഥലമാണ്. ഇതാ ഇവിടെയൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഐസൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലേലം ചെയ്യൽ കഴിഞ്ഞാൽ മീൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ലേലം ഉണ്ടായാൽ. വലിയ മീനുകളൊക്കെ ഇവിടെ വെച്ചിട്ട് വില കൂടിയ മീനുകളൊക്കെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്. ലേലം കഴിഞ്ഞാൽ ഇവിടെയാണ് മീൻ എത്തുന്നത്. ഇവിടെയാണ് റീറ്റെയിലായിട്ട് കച്ചവടം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇത് ഐസൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഐസ് ബെഡാക്കിയിട്ട് വെക്കുകയാണ്. ഈ ഐസ് ബെഡിലാണ് മീൻ കൊടുത്തിട്ട് വെക്കൽ. പിന്നെ വൈകുന്നേരം വരെ തീരുന്നത് വരെ ഇവിടെ വെച്ചിട്ടാണ് അത് വിൽക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 5:30 മണിയായി. ഇപ്പോൾ എല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തന്നെ ലേലത്തിൻ്റെ സമയമാവും. ലേലം കഴിഞ്ഞാൽ ഇവിടെ അബുദാബിയിലെ മീനുകളൊക്കെ ഇവിടെ കൊടുന്ന് റെഡിയാക്കി വെക്കും. പിന്നെ ദുബായിൽ നിന്നൊക്കെ വരുന്ന പുറത്തുനിന്ന് ഒമാനിൽ നിന്നൊക്കെ വരുന്ന മീൻ പുറത്തുനിന്നാണ് വരുന്നത്. അത് വണ്ടിയിൽ പിക്കപ്പിൽ അവിടെ പുറത്ത് വരും. അതും കാണിക്കാം ഇതിൽ. മിന മാർക്കറ്റിൽ ഇവിടെ ഒരു നിസ്കാര റൂമൊക്കെ ഉണ്ട്. ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് എല്ലാവരും നിസ്കരിക്കുന്നത്. അവിടെ വരുന്ന എല്ലാ മാർക്കറ്റിലെ തൊഴിലാളികൾക്കൊക്കെ നിസ്കരിക്കാനൊക്കെ ഇവിടെ സൗകര്യമുണ്ട്. ഞാൻ മീൻ മാർക്കറ്റിലുള്ളത്. ഇവിടെ ലേലം വിളി കാണാൻ വേണ്ടിയിട്ട് രാവിലെ 5 മണിക്ക് പോകുന്നതാണ്. റൂമിന് പോകുന്നതാണ്. ഫിഷ്
മാർക്കറ്റിൽ ലേലം കൂടി കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ മാർക്കറ്റിലാണുള്ളത്. മാർക്കറ്റ് ഇത് ഓപ്പൺ ആക്കാൻ പോകണുള്ളൂ. ലേലം വിളി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സജീവമാവുള്ളൂ. ഇപ്പോൾ ഒരാളും ഇല്ല ഇവിടെ. അപ്പോൾ ഇവിടെ കാലിയൊക്കെ എടുക്കണ്. മീൻ കൂടാതെ ഇവിടെ ധാരാളം അച്ചാറുകളും ജാമ്, മറ്റുള്ള ഡ്രൈ ഫിഷുകൾ, മറ്റുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈത്തപ്പഴം, ജാമുകൾ, പലതരം അച്ചാറുകളൊക്കെ ഇവിടെ വിൽപ്പനക്കുണ്ട്. അതും തുറന്നിട്ടില്ല, കട തുറന്നിട്ടില്ല. പുലർച്ചയായതുകൊണ്ട് അതിൻ്റെ സമയമാണുള്ളൂ. തുറക്കുന്ന ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഇവിടെ ഒക്കെ മീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പുറത്ത് വന്നപ്പോൾ പുറത്തൊരു വണ്ടിയിൽ നിന്ന് മീൻ ഇറക്കുകയാണ്. ദുബായിൽ നിന്ന് ഒമാനിൽ നിന്നൊക്കെ വരുന്ന വണ്ടിയിൽ മീൻ പുറത്ത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഓരോരുത്തർ ഓർഡർ കൊടുത്തിട്ട് അവിടുന്ന് വരുന്നതാണ്. പിന്നെ കൂടാതെ അവരുടെ സ്വന്തം വണ്ടികളിൽ നിന്നും വരുന്നുണ്ട്, വണ്ടികൾ പോയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അബുദാബിയിലെ ഫിഷ് മാർക്കറ്റിലാണ് ഇത്. മീൻ വരുന്ന ലോഡ് വരുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്നാണ് ദുബായിൽ നിന്നും മറ്റുള്ള എമിറേറ്റ്സിൽ നിന്നൊക്കെ മീൻ വരുന്നത്. പിന്നെ ഇവിടുന്ന് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. മീനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിക്ക് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട് മീൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നാണ് ലോഡ് വരുന്നത്. ഇവിടുന്ന് വന്ന് ഇതാ ലോഡ് ഇറക്കിക്കാണ്ട് ഇവിടുന്ന് ഇങ്ങനെ മാർക്കറ്റ് കൊണ്ടുപോകും. അബുദാബി മാർക്കറ്റിൽ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോഡൊക്കെ അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടുപോവാണ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ തന്നെ വരുന്നത്, ഇവിടെ നിന്നാണ് ലേലം ചെയ്യൽ. ഇവിടെ ലേലം നടക്കുന്ന സ്ഥലം. അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ലേലത്തിനുള്ള പരിപാടികളൊക്കെ. മാർക്കറ്റ് അങ്ങനെ ഉഷാറായി കൊണ്ടിരിക്കണം. മാർക്കറ്റിൻ്റെ സമയമായി. ലേലം കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് മീനെത്തും. അപ്പം അതിനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക ആൾക്കാർ. അങ്ങനെ ലേലത്തിൻ്റെ സമയമായി. അങ്ങനെ ഫൈനലായിട്ട് അവർ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. ലേലത്തിൻ്റെ ആൾ വരാനായി. ലേലം ചെയ്യുന്നത് ഇവിടുത്തെ ഒരു ലോക്കൽ അറബിയാണ്. അവർ വന്നാൽ ഇത് സംഭവമൊക്കെ റെഡിയാവും, തുടക്കം കുറിക്കും. അപ്പോൾ പിന്നെ ഇത് വെക്കാനൊന്നും റെഡിയാക്കി വെക്കാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അവരൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇതൊക്കെ അബുദാബിയിൽ നിന്ന് പിടിക്കുന്ന മീനാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ലേലം ചെയ്യുന്നത് ഒക്കെ അബുദാബിയിലെ ബോട്ടിൽ വരുന്ന മീനുകളാണ്. ലേലത്തിൽ പങ്കെടുക്കാനുള്ള എല്ലാ കച്ചവടക്കാരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷാഫിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേലം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലേലം ചെയ്യാനുള്ള പരിപാടികളാണ്. ലേലം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അതാ ഇവർ എടുത്തു. ഈ വലത്തെ ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ അവരെടുത്തു. ആ വടിയുടെ അപ്പുറത്തുള്ള ഭാഗങ്ങളൊക്കെ അവർക്ക് കൊടുത്ത്. ഇനിതാ ഈ ഭാഗത്തുള്ളതാണ് ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്നതാണ് ഐറ്റംസുകൾ. ഈ വടി കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന സാധനങ്ങളാണ്. ലേലം എടുക്കുന്ന ആളുടെ പേരും പിന്നെ അവരുടെ വിൽക്കുന്ന ഷോപ്പ് നമ്പറൊക്കെ അവർ ബാക്കിലുള്ള ആൾ എഴുതി വെക്കുന്നുണ്ട്. അവർക്കാണ് പിന്നെ അത് കൊണ്ടുപോകാൻ പറ്റുക മീന്. അങ്ങനെ നമ്മളെ ഷാഫിദ ലേലം ചെയ്ത് കുറച്ച് മീനെടുത്ത് അത് എഴുതി വെക്കുകയാണ്. അവന് എഴുതി വെക്കുന്നുണ്ട്, ബാക്കിലുള്ള അവരുടെ ആൾക്കാരും എഴുതി വെക്കുന്നുണ്ട്. എടുക്കുന്ന മീനുകളൊക്കെ അപ്പം തന്നെ എഴുതി അവർ തിട്ടപ്പെടുത്തി അവർക്ക് പൈസ ഇവിടെ അടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ആ പൈസ അടച്ചാൽ അവർക്ക് ആ സാധനം കൊണ്ടുപോകാം. കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. ലേലം കഴിഞ്ഞു. ലേലം കഴിഞ്ഞത് അവരവരെ കുറ്റിയിലാക്കിയിട്ട് അവർ കൊണ്ടുപോകണം. ഇനി ലേലം നടന്നിരിക്കണം മറ്റുള്ള മീനുകൾ. അങ്ങനെ തീരുമാനമായി.
അങ്ങനെ സെക്ഷനായിട്ട് ഇങ്ങനെ ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഭാഗത്തെത്തി ഇവിടെയുള്ള ഭാഗങ്ങൾ ലേലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അമൂറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലേലം ചെയ്യുന്നത്. അമൂർ മീനിൻ്റെ ലേലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമൂറിൻ്റെ വിലക്കനുസരിച്ചിട്ട് ഉള്ള ലേലമാണ് ഇപ്പോൾ പറയുന്നത്. ലേലം ചെയ്തെടുത്തിട്ടുള്ള മീൻ ഇതാ അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ കൊട്ടയിലേക്ക് നിറച്ച് അവർ മീൻ വിൽക്കാനുള്ള സ്ഥലത്തേക്ക് മാറ്റുകയാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ അവരെടുത്തിട്ടുള്ള മീൻ. ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇത് കഴിഞ്ഞ് ഇത് ലേലം ചെയ്ത് അവരിത് കൊണ്ടുപോവാണ്. ലേലം ചെയ്തെടുത്ത ആൾക്കാരിത് കൊണ്ടുപോണ്. വേറെ ലേലം നടക്കുന്നു. അടുത്ത ലേലം ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ കച്ചവടക്കാർ മാത്രമല്ല, പുറത്തുനിന്നുള്ള ആൾക്കാരും പല ഷോപ്പുകൾക്കും മറ്റുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കും ഒക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഇവിടെ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും വന്നാണ്ട് ലേലത്തിൽ പങ്കെടുക്കാം. അടുത്ത ടീമൊക്കെ പോണ്. അടുത്ത ടീമൊക്കെ പോണ് ലേലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അടുത്തത് ഇവിടെ ഒരാളുണ്ട് കേട്ടോ. എഴുതാനുള്ള ആളാണിത്. എടുത്ത ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസൊക്കെ കൂടെ എഴുതും. എന്നിട്ട് പിന്നെ പറയണം. അങ്ങനെ അത് 1500 ഉറപ്പിച്ച് ഇതിൻ്റെ വില. അത് മീൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലേലം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ലേലം ഇവിടെ നടക്കുന്നുണ്ട്. 1 മണിക്കൂറോളം അബുദാബിയുടെ മീനുകൾ വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനിൽ ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ലേലം ചെയ്ത് വിറ്റുകൊണ്ടിരിക്കുകയാണ്.
ഇത് വലിയ മീനും ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ പിടിക്കുന്നുണ്ട്. അബുദാബിയിൽ നിന്നുള്ള മീനായതുകൊണ്ട് തന്നെ ഫ്രഷ് മീനാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ വന്നാണ്ട് ലേലെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് മറ്റുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ. അങ്ങനത്തെ ലേലം വിളിച്ചതൊക്കെ എടുത്ത് കൊണ്ടുപോവാണ്, ഇവിടുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. വേറെ ലേലം കൂടി അവിടെ നടക്കുന്നുണ്ട്. അബുദാബിയിലെ മീന മാർക്കറ്റിലെ ലേലംപുളിയാണ്. ലേലംപുളിയുടെ കാഴ്ചകളാണ്. ഞങ്ങളുടെ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കച്ചവടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ ഓരോരുത്തരിതാ മീനൊക്കെ കൊണ്ടുപോയി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാരിതാ മീൻ കൊണ്ടുവന്ന് വെച്ച് മാർക്കറ്റിൽ ഐസിൻ്റെ വലിയ ബ്ലോക്കുകൾ പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പരത്തി, അതിൻ്റെ നമ്മൾ ട്രെയിനിൻ്റെ മുകളിൽ പരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് മീനുകളൊക്കെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ധാരാളം സമയം കേട് വരാതെ കഴിയും. ഇവിടെ നമ്മൾ പുറത്ത് എത്തി. നമ്മൾ പുറത്താണ് ഇവിടെ മീനൊക്കെ വരുന്നത്. ദുബായിൽ നിന്നും ഒമാനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന മീൻ ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ ഇവിടെ വില പറഞ്ഞിട്ട് അത് എടുത്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്, ലേലം ചെയ്യുന്നില്ല. ഇവിടുന്ന് പല ആൾക്കാരും ഓർഡർ കൊടുത്തിട്ട് വരുന്ന മീനുകളും വില കൊടുത്തിട്ട് വാങ്ങിയിട്ടുള്ള മീനുകളാണ്. പിന്നീട് ഇവിടെ വന്നിട്ടും വില പറഞ്ഞ് വാങ്ങാം, അതിനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രഷ് മീൻ ഏതാണോ, നല്ല മീൻ ഏതാണോ എന്ന് പിടിച്ച് വാങ്ങുകയാണ് അവർ. ഏത് നല്ല മീനാണെങ്കിൽ അവർ ആദ്യം വില കൊടുത്ത് വാങ്ങും. അതിൻ്റെ വില ഇവിടെ അവരുടെ വണ്ടിക്കാരുടെ അടുത്ത് തന്നെ കൊടുത്താൽ അവർക്ക് സാധനം കിട്ടും. ഇതിൻ്റെ വിലയും ഒക്കെ ഇവിടെ തന്നെ തീരുമാനമാക്കുന്നുണ്ട് അവർ. വണ്ടിക്കാർ പറയുന്നവർക്ക് വാങ്ങാം, അതല്ലെങ്കിൽ അവരോട് കുറച്ച് വില കുറച്ച് ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഇവിടെ തന്നെ കച്ചവടം നടക്കുന്നുണ്ട് കേട്ടോ. അറബികളൊക്കെ വന്നാണ്ട് കച്ചവടം ചെയ്തു. ഇവിടെ നല്ല മീൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ്. നല്ല മീൻ ആദ്യം വന്നിട്ട് എടുക്കുകയാണ് ഓരോ കച്ചവടക്കാർ. അതിന് വേണ്ടിയിട്ട് തിരക്കൂട്ടാണ് അവിടെ. വലിയ തരം കൂന്തൾ, ചെമ്മീൻ, പിന്നെ മറ്റുള്ള വളർത്തു മീനുകളൊക്കെ ഉണ്ട് ഇവിടെ വരുന്നത്. പല രാജ്യത്തു നിന്ന് വരുന്നതാണ്. ഇതിൽ നിന്നൊക്കെ വരുന്ന മീനുകളുണ്ട് ഇവിടെ.
ദുബായിത്തെ മീൻ വന്നിട്ടുള്ള കച്ചവടങ്ങളാണ്. ഇവിടുത്തെ വാങ്ങലും വിൽക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ദുബായിൻ്റെ ഒമാൻ്റെ ഒക്കെ മീനുകൾ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഷാഫി ഇവിടെ കുറേ മീനുകളൊക്കെ വാങ്ങി. അവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം മീനുകൾ ഇവിടുന്ന് വാങ്ങി. പുറത്ത് ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഒരു കച്ചവടത്തിന് വേണ്ടിയിട്ട് വാങ്ങി. ഇത് ചെമ്മീനാണ്. ഇന്നത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനങ്ങളാണ്. കൂന്തള്, ഓരോ ദിവസം വരുന്ന നല്ല മീനും പിന്നെ ഓർഡറുകളൊക്കെ അനുസരിച്ചിട്ടാണ് ഇവിടുന്ന് സാധനം വാങ്ങി അവന് ഉള്ളിലേക്ക് കയറ്റുന്നത്. അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഷാഫി ഓരോ സാധനങ്ങളും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് തീരുമാനമാക്കിയിട്ട് ഇവിടുന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. ധാരാളം ചെറുകിട കച്ചവടക്കാർ ഇവിടുന്ന് വന്ന് മീൻ വാങ്ങി പോകുന്നുണ്ട്. ഗ്രോസറിയിൽക്കും മറ്റുള്ള പല സ്ഥലത്തേക്കും വന്നിട്ട് ആൾക്കാർ ഇവിടുന്ന് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ദുബായിൽ നിന്ന് ഒമാനിലൊക്കെ വരുന്ന മീനുകളായതുകൊണ്ട് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടുന്ന് പുറത്തുനിന്ന് തന്നെ കച്ചവടമാക്കിയിട്ട് തൂക്കി ഇവിടുന്ന് കൊണ്ടുപോവാണ്. അങ്ങനെ ഇവിടുന്ന് വാങ്ങുന്ന സാധനങ്ങൾ ഇങ്ങനെ ഉന്തി കൊണ്ടുപോയി അവിടെ ഉള്ളിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അതിന് കൊണ്ടുപോയിട്ട് കൊണ്ടുപോവാണ് അവർ. ഇവർ ധൃതി കൂട്ടി സാധനങ്ങളൊക്കെ വാങ്ങി ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. കച്ചവടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ 8 മണി വരെ അനുവദിക്കുള്ളൂ. 8 മണി കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറ്റണം. ഉള്ളിലാണ് പിന്നെ കച്ചവടം. 8 മണിക്ക് ശേഷമാണ് മാള് തുറന്ന് അല്ലെങ്കിൽ മീൻ മാർക്കറ്റ് തുറന്നിട്ട് ഉള്ളിലുള്ള കച്ചവടങ്ങൾ, വലിയ കച്ചവടങ്ങൾ നടക്കുന്നത്. Only 5 dirhams only. Only 5 dirhams only. No more. Only 5 dirhams. No, suada. Only sambo. Okay, thank you. Hipon. Dalawa 45. 1 kilo benching ko. Dalawa 40. What size? Dalawa 40. പലതരം കച്ചവടക്കാർ ഇവിടെ നിന്നാണ് സാധനം വാങ്ങുന്നുണ്ട്. അറബികളും ഫിലിപ്പിനോസും മറ്റുള്ള പല നാട്ടുകാരും ഇവിടെ നിന്നാണ് സാധനം പോകുന്നുണ്ട്. കൂടാതെ ഇവിടുന്ന് ഉള്ളിൽ കൊണ്ടുപോയാൽ ഇവിടുന്ന് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് പിന്നെ വലിയ കച്ചവടം നടക്കുന്നത്. ദുബായിൽ നിന്ന് ഒമാനിൽ നിന്നൊക്കെ വന്നിട്ടുള്ള മീനുകൾ വീണ്ടും അവർ വണ്ടിക്കാർ വന്നിട്ട് ഇവരോട് എടുക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അവർ വീണ്ടും വില കുറച്ചിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും വേണമെങ്കിൽ നമുക്ക് കച്ചവടത്തിന് ആൾക്കാർ ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ ഇവർ വാങ്ങും.
അങ്ങനത്തെ ഇവിടെ കച്ചവടങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. ഇവിടെ ദുബായിൽ നിന്ന് വരുന്ന മീനും ഒമാനിൽ നിന്ന് വരുന്ന മീനൊക്കെ ഇവിടെയാണ് കച്ചവടം നടക്കുന്നത്. ഇവിടെ തന്നെ നമ്മളെ മീനുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജ് സല്ലാജ അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്താണ്. കച്ചവടം ചെയ്ത് ബാക്കിയുള്ളത് മീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാണ്. സല്ലാജിൻ്റെ ഉള്ളിലാണ് കയറ്റണത്. എല്ലാ സാധനവും അവർ ബാക്കിയുള്ളത് സല്ലാജിലെത്തിച്ച് ബാക്കി ഇതാ നമ്മൾ കച്ചവടത്തിന് കൊണ്ടുപോയത് കാണാൻ പോവാണ്. ഇതാണ് അബുദാബി മീന ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ 8 മണിക്കാണ് സാധാരണ കസ്റ്റമർ ഓപ്പണാക്കി ഉള്ളിലേക്ക് പ്രവേശനം. ലേലം ചെയ്ത് മീനൊക്കെ ഇതാ നമ്മളെ ഫിഷ് മാർക്കറ്റിക്ക് അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുന്ന് അവിടെ വിൽക്കുകയാണ് ചെയ്യുന്നത്. അബുദാബി ഫിഷ് മാർക്കറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് മീൻ വാങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മീന മാർക്കറ്റിലാണ്, മീന ഫിഷ് മാർക്കറ്റിലാണ്. അങ്ങനത്തെ ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി. അബുദാബി മീന ഫിഷ് മാർക്കറ്റിലാണ്. എല്ലാവരും ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. മീനൊക്കെ അതെല്ലാവരും കൊടുന്ന് വെച്ച് വിൽക്കാനുള്ള പരിപാടിയിലാണ്. രാവിലെ ഒരു 8 മണിയായിപ്പോൾ. 8 മണി കഴിഞ്ഞ് 8 മണി കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവുള്ളൂ. മീൻ മാർക്കറ്റ് നമ്പർ 6 ആണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ നമ്മളെ അവിടുന്ന് വാങ്ങിയ മീനുകളൊക്കെ വരുന്നത്. ലേലം ചെയ്തിട്ടുള്ള മീനുകളെല്ലാം ഇവിടെ എത്തി ഇവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടറാണ് ഷാഫിലെ മീൻ കട. അവൻ്റെ കച്ചവടം കരിമീൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ 6ാമത്തെ കൗണ്ടറാണ്. അബുദാബി ഫിഷ് മാർക്കറ്റിൽ നിന്നാണ്. ഇവിടെ നമ്മൾ രാവിലെ ലേലം ചെയ്യാനൊക്കെ കണ്ടത്. ലേലങ്ങളൊക്കെ കഴിഞ്ഞത് മീൻ കട്ടിങ് ഇതാണ് ഇവിടെ. മീൻ ഇത് ഇവിടെ വിൽക്കുന്നത്. ഇവിടെ നിന്നാണ് എല്ലാ സെക്ഷൻസും മീനെത്തുന്നത്. ഇവിടെ റീറ്റെയിൽ കച്ചവടങ്ങൾ അബുദാബി മീന ഫിഷ് മാർക്കറ്റിലെ ദൃശ്യങ്ങളാണ്. ഇത് വാങ്ങിയിട്ട് ഇവിടുന്ന് മീൻ വാങ്ങിയിട്ട് അത് ഇവിടെ കൊടുന്ന് കൊടുക്കണം. ഇവിടെ കൊടുന്നെടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്യണ സ്ഥലമാണ്. കട്ട് ചെയ്യണത് കാണുന്നുണ്ട്. ഇവിടെ എടുത്തിട്ട് മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻ കട്ട് ചെയ്ത് ഓരോ കിലോ തന്നെയാണ് അതിൻ്റെ വില. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതവിടെ കസ്റ്റമർ കാത്തിക്കുന്നുണ്ട്. ഇവർക്ക് കൊടുക്കും. കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ള സാധനം ഇതവിടെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് തൂക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ തന്നെ കട്ട് ചെയ്യുന്നത്. ഇവിടെയും കട്ട് ചെയ്യുന്ന ഭാഗങ്ങളുണ്ട്. ഇവിടെയും എന്താ കട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് വാങ്ങുക, മീൻ വാങ്ങുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യിക്കുക. അങ്ങനെ മീൻ മാർക്കറ്റ് സജീവമായി കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഒരു 9 മണിയായി. ഞാൻ ഒരു 3 മണിക്കൂറോളം ഷാഫിലെ കൂടെ ഇന്ന് ഫിഷ് മാർക്കറ്റിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കസ്റ്റമറുകളൊക്കെ വന്ന് 9 മണി 10 മണിയായപ്പോൾ കസ്റ്റമറൊക്കെ വന്നു. ഷാഫി കിടന്ന് ഓടുകയാണ്. അവന് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങിയത് പൈസ സെറ്റ് കൊടുക്കാനും വാങ്ങാനൊക്കെ ഉണ്ട്. കൂടാതെ കുറേ ഓർഡറുകളുണ്ട്. അപ്പോൾ അവർക്ക് അതൊക്കെ ഓർഡറുകളൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ സമയം ഒരു 10-11 മണി വരെ ഞാൻ അവിടെ നിന്നു. പിന്നെ അവന് തിരക്കിലായതുകൊണ്ട് ഞാൻ പോന്ന്. ഞാനും അവനെ കൂടി ഒരു ചായ കുടിച്ച് തിരിച്ചു പോന്ന്. അവന് ഇനി രാത്രി ഒരു 7 മണിക്കേ പോരുള്ളൂ.
അങ്ങനെ തിരിച്ച് നമ്മൾ ഫിഷ് മാർക്കറ്റൊക്കെ കണ്ടത് തിരിച്ച് പോകണം. ഫിഷ് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കണ്ടത് ബസ്സിലാണ്.